الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الحق من ربك فلا تكونن من الممترين ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأتي بكم الله جميعا إن الله على كل شيء قدير. സത്യവിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലയും അല്ലാഹു തആല അവന്റെ ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിനെ പരമാവധി ഉപയോഗപ്പെടുത്തുവാനും റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുവാനും പടച്ച റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റമദാനിലാണെങ്കിൽ പോലും രോഗികളായി കഴിയുന്ന ആളുകൾ നോമ്പെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന ആശങ്കയോടെ പ്രയാസപ്പെടുന്നവർ, പുണ്യദിനങ്ങളിൽ പോലും ഹോസ്പിറ്റലിലും മറ്റുമായി കഴിഞ്ഞുകൂടേണ്ടി വരുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല അവന്റെ ഖൈറും റഹ്മത്തുമെല്ലാം ധാരാളമായി ചൊരിഞ്ഞു കൊടുക്കുമാറാണ്. ശഅബാൻ മാസം 28 ഇന്ന് നാം ഉള്ളത്. നാളെയും കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നാളെ മഗ്രിബോട് കൂടി മിക്കവാറും റമദാനിലേക്ക് പ്രവേശിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാം എല്ലാം ഉള്ളത്. പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എന്താണ് തീരുമാനിച്ചത് എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ചെറിയൊരു പരീക്ഷണം വന്നാൽ മതി, എല്ലാ പ്ലാനും തെറ്റി, നോമ്പെടുക്കാൻ പോലും കഴിയാതെ, പള്ളിയിൽ വരാൻ പോലും ആകാതെ ജീവിത സാഹചര്യങ്ങൾ മാറി മറിയാൻ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് കാല് തെറ്റി
ഒന്ന് വീണാൽ മതിയാകും ഒരുപക്ഷെ റമദാൻ ഫുള്ള് ഹോസ്പിറ്റലിലേക്കോ ബെഡിലേക്കോ ഒക്കെ മാറാൻ. പടച്ച റബ്ബ് അത്തരം പരീക്ഷണങ്ങൾ നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് നന്മകളാണ് റമദാനിൽ നമ്മെ കാത്തിരിക്കുന്നത്. നബി തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം, റമദാന്റെ ഒന്നാമത്തെ രാത്രിയിൽ ആകാശലോകത്തിൽ നിന്ന് 2 വിളികൾ വിളിക്കപ്പെടുന്നുണ്ട്. ആ രണ്ടും മനുഷ്യരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. ഒരു മലക്കാണ് വിളിച്ചു പറയുന്നത് എന്ന് മറ്റു ചില ഹദീസുകളിൽ അതിന് വ്യാഖ്യാനം എന്നോണം വന്നിട്ടുമുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രി ആയിക്കഴിഞ്ഞാൽ, അഥവാ നാളെ മഗ്‌രിബോട് കൂടി അല്ലെങ്കിൽ മറ്റന്നാൾ മഗ്‌രിബോട് കൂടി നടക്കുന്ന ഒരു പ്രതിഭാസമാണ് അല്ലാഹു തആല ഈ ആയത്ത്, ഈ ഹദീസിലൂടെ അവന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത്. റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ ആകാശത്ത് നടക്കുന്ന ഒരു പ്രതിഭാസം, ഈ പ്രപഞ്ചത്തിലെ മൊത്തം സംവിധാനങ്ങൾ നടക്കുന്ന ചില മാറ്റങ്ങൾ, പടച്ച റബ്ബ് നിശ്ചയിച്ച ചില സംവിധാനങ്ങൾ, അതാണ് ഈ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രി ആയിക്കഴിഞ്ഞാൽ, സുഫിറത്തി ശയാതീനു വമറദത്തുൽ ജിൻ, പിശാചുക്കളും ധിക്കാരികളായ ജിന്നുകൾക്കുമൊക്കെ വിലക്കേർപ്പെടുത്തപ്പെടും, അവർക്ക് നിയന്ത്രണം നിശ്ചയിക്കപ്പെടും. അതോടൊപ്പം വഗുല്ലിഖത് അബ്വാബുൻ നാർ ഫലം യുഫ്തഹ് മിൻഹാ ബാബ്, നരക കവാടങ്ങളെല്ലാം അടക്കപ്പെടും, അതിൽ ഒരു കവാടം പോലും ആ റമദാനിൽ തുറക്കപ്പെടുകയില്ല. വഫുതിഹത് അബ്വാബുൽ ജന്ന ഫലം യുഗ്ലഖ് മിൻഹാ ബാബ്, സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടും, അതിൽ ഒരു കവാടം പോലും അടക്കപ്പെടുകയില്ല. വനാദാ മുനാദിൻ മിനസ് സമാ, മറ്റൊരു ഹദീസിൽ യുനാദി മുനാദിൻ മിനസ് സമാ, ആകാശലോകത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയൽ ശർരി അദ്ബിർ. 2 വിളിയാണ്. ഒന്ന് യാ ബാഗിയൽ ഖൈർ, നന്മ ആഗ്രഹിക്കുന്നവരെ, നന്മ കാംക്ഷിക്കുന്നവരെ മുന്നോട്ട് വരും. രണ്ടാമതൊരു വിളി, തിന്മ കാംക്ഷിക്കുന്നവരെ നിങ്ങൾ പിന്മാറൂ, പുറകോട്ടു പോകൂ എന്ന വിളി ആകാശലോകത്തിൽ നിന്ന് വിളിക്കപ്പെടുന്നുവെന്നാണ് ആ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. 4 കാര്യം പറഞ്ഞു. ഒന്ന്, പിശാചുക്കൾക്ക് വിലക്കേർപ്പെടുത്തപ്പെടും. സുഫിറത്തി ശയാതീനു വമറദത്തുൽ ജിൻ, പിശാചുക്കൾ, ജിന്നുകളിലെ ധിക്കാരികളായ ആളുകൾ, അവർക്കെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തപ്പെടും. സുഫിറത്തി എന്ന് പറഞ്ഞാൽ വിലങ്ങ് വെക്കുക, ബന്ധിക്കുക, നിയന്ത്രിക്കുക, ചങ്ങലക്കിടുക എന്നൊക്കെ അർത്ഥമുള്ള പദമാണ് സുഫില എന്ന പദം. അവർക്ക് നിയന്ത്രണം ഉണ്ടാകും. മറ്റു മാസങ്ങളിലെ പോലെ വ്യാപകമായി ആളുകൾക്കിടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ കഴിയാത്ത വിധം നിയന്ത്രണം പടച്ച റബ്ബ് ഏർപ്പെടുത്തുമെന്നർത്ഥം. ഇബാദത്തുകൾക്ക് കൂടുതൽ താല്പര്യവും ആവേശവും റമദാൻ ലഭിക്കുന്നത് ആ കാരണം കൊണ്ട് കൂടിയാണ്. മറ്റു മാസങ്ങളിൽ പള്ളിയിൽ പോകാൻ ഇല്ലാത്തൊരാവേശം റമദാനിൽ പള്ളിയിലേക്ക് പോകാൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റു സമയങ്ങളിൽ നോമ്പെടുക്കാൻ കഴിയാത്ത, അന്നില്ലാത്ത ഒരു താല്പര്യവും ആവേശവും ഒക്കെ റമദാനാകുമ്പോൾ നമുക്കുണ്ട്. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു പ്രചോദനം തോന്നുന്നുണ്ട്. പിശാചുക്കളെ ഇടപെടൽ കുറവായിരിക്കുമെന്നാണ് റമദാനാകുമ്പോൾ. ഒന്നും ഒട്ടുമുണ്ടാവില്ല എന്നല്ല, അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തപ്പെടുമെന്നാണ് ഈ ഹദീസിന്റെ ഉദ്ദേശമെന്നാണ് വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നത്. അല്ലാഹു അക്ബർ. നരകത്തിലെ കവാടങ്ങളെല്ലാം അടക്കപ്പെടും. റമദാന്റെ ഒന്നാമത്തെ രാത്രിയോടുകൂടി നരകത്തിന്റെ മുഴുവൻ വാതിലുകളും അടക്കപ്പെടുകയാണ്. അതിൽ ഒറ്റ കവാടവും പിന്നെ തുറക്കപ്പെടുന്നില്ല ആ മാസത്തിൽ. സ്വർഗീയ കവാടങ്ങളെല്ലാം തുറക്കപ്പെടുന്നു. 8 കവാടമാണ് സ്വർഗത്തിന്, 7 കവാടമാണ് നരകത്തിന് എന്ന് വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ സൂചിപ്പിച്ച കാര്യമാണ്.
നരക കവാടങ്ങൾ അടക്കപ്പെടുന്നു, ഒന്നും തുറക്കപ്പെടുന്നില്ല. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, ഒന്നും അടക്കപ്പെടുന്നില്ല. അഥവാ സ്വർഗത്തിലേക്ക് ധാരാളം ആളുകൾക്ക് പടച്ച റബ്ബ് അവൻ ഔദാര്യമായി സ്വർഗപ്രവേശനം നിശ്ചയിക്കുന്ന സമയമാണ് റമളാൻ എന്നർത്ഥം. വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈല എന്നാണ് ഹദീസിന്റെ അവസാന ഭാഗം. വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അല്ലാഹു തആല ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചനം നൽകും, ഇതൊക്കെ ചെയ്യും. വദാലിക കുല്ല ലൈല, അതാവട്ടെ എല്ലാ രാത്രിയിലും ഉണ്ടതാൻ. അല്ലാഹു മഗ്ഫിറത്ത് നൽകുക ഇല്ല എന്ന് തീരുമാനിച്ചവർ, അവന് സ്വർഗമില്ല, നരകത്തിലാണ് ഇത് റബ്ബ് തീരുമാനിച്ചവർ, ഞാൻ അവന് പുറത്തു കൊടുക്കുകയില്ല, അതിന് മാത്രം വികാരമാണ്, അതിന് മാത്രം പാപമാണ് അവൻ ചെയ്തത്, അതുകൊണ്ട് അവന് മഗ്ഫിറത്തില്ല, പാപമോചനമില്ല എന്ന് അല്ലാഹു തആല തീരുമാനിച്ച ആളുകൾക്ക് പോലും പടച്ച റബ്ബ് പിന്നെയും മാപ്പ് നൽകുകയാണ്. റബ്ബ് ആ തീരുമാനം മാറ്റുകയാണ്. അവനും മഗ്ഫിറത്ത് കൊടുക്കാം, അവനും പുറത്തു കൊടുക്കാം, അവനും സ്വർഗം നൽകാമെന്ന് റമളാനിലെ ഓരോ രാത്രിയും അല്ലാഹു തആല അനേകായിരം ആളുകളെ കാര്യത്തിൽ പടച്ച റബ്ബ് അങ്ങനെ മഗ്ഫിറത്ത് നൽകുന്നു. വദാലിക കുല്ല ലൈല, അതെല്ലാ രാത്രിയിലും ഉണ്ട് റമളാനിൽ എന്നാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. പടച്ച റബ്ബ് നമ്മെ എല്ലാം ആ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഈ ഹദീസിനെ ശരിയാവണ്ണം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാതൃകയായി കാണിച്ച ഏറ്റവും വലിയ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. റമളാനിൽ ഏതെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുമോ ആ എല്ലാ രംഗത്തും വൈവിധ്യമായ വ്യത്യസ്തങ്ങളായ നന്മകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിൽ നൽകിയത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വകാന ഹദിയുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലിക അക്ബറു ഹദിയിൻ വഅഹ്സനു ഹദിയിൻ എന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പ്രയോഗം. പ്രവാചകന്റെ മാതൃകയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും സമ്പൂർണമായ മാതൃക, ഏറ്റവും വലിയ, ഏറ്റവും നല്ല മെച്ചപ്പെട്ട മാതൃക നബി തങ്ങളുടെ മാതൃകയാണ് എന്നത് അദ്ദേഹം വിശദീകരിക്കുന്നു. എല്ലാ നന്മയിലും വൈവിധ്യമാണ് നബി തങ്ങൾ റമളാനിൽ വർദ്ധിപ്പിച്ചത് എന്നാണ്. എന്തൊക്കെ നന്മകൾ, ഏതെല്ലാം രൂപത്തിൽ നന്മകൾ ചെയ്യാൻ കഴിയുമോ ആ നന്മകളെല്ലാം നബി തങ്ങൾ വ്യാപൃതമായി എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു. നബി തങ്ങൾ സ്വതക്ക റമളാനിൽ വർദ്ധിപ്പിച്ചു. ജനങ്ങൾ ഏറ്റവും അധികം സ്വതക്ക ചെയ്തത് നബി തങ്ങളാണ്. അത് തന്നെ റമളാനിലാണ് പ്രവാചകർ ഏറ്റവും അധികം സ്വതക്ക ചെയ്തത്. നബിയോട് ചോദിക്കാൻ പറ്റുന്ന ഒരാളെയും പ്രവാചകർ വെറുങ്കയോടെ മടക്കാറില്ല. ആര് ചോദിച്ചാലും അവിടെയെല്ലാം നബി തങ്ങൾ സഹായിക്കുകയും, എത്രത്തോളം എന്ന് വെച്ചാൽ സഹാബിമാർ പറഞ്ഞത് ദാരിദ്ര്യം ഭയപ്പെടാത്ത രൂപത്തിലാണ് നബി തങ്ങൾ ചെയ്തത്. കൊടുത്താൽ കഴിഞ്ഞു പോകുമോ, ഇരു പ്രയാസപ്പെടും എന്താ ചെയ്യാം, അടുത്ത മാസം മറ്റേ ഇത് വരാനുണ്ട്, ഇന്ന് ചെലവ് വരാനുണ്ട്, അപ്പൊ എന്ത് ചെയ്യും എന്നൊന്നും ആലോചിക്കാത്ത, ദാരിദ്ര്യം ഭയപ്പെടാത്ത കൊടുതിയാണ് നബി തങ്ങൾ കൊടുത്തത്. ആ കൊടുതിയിൽ തന്നെ വ്യത്യസ്തമായ രൂപത്തിലാണ് പ്രവാചകർ അത് ചെയ്തത്. ഒരേ രൂപത്തിലുള്ള ദാനധർമ്മമല്ല, വ്യത്യസ്ത രൂപത്തിൽ ആ നൽകൽ പോലും, ദാനത്തിൽ പോലും നബി തങ്ങൾ വൈവിധ്യം കാണിച്ചു. അതിന് ചോദിച്ചു വരുമ്പോ കൊടുക്കുക എന്നത് മാത്രമല്ല, ദാനം ചെയ്യുക എന്നത് മാത്രമല്ല, വ്യത്യസ്തമായ തരം കൊടുതികൾ നബി തങ്ങൾ അതിൽ മാതൃകയായി കാണിച്ചു. ചിലപ്പോൾ നബി തങ്ങൾ സ്വതക്ക ചെയ്യും, ദാനമായി നൽകും, പാവപ്പെട്ട ആളുകൾക്ക് ധർമ്മമായി സ്വതക്കയായി കൊടുക്കും. ചിലപ്പോ ഹിബത്ത് നബി തങ്ങളുടെ ഒരു ഔദാര്യമായി നബി തങ്ങൾ നൽകും. ചിലപ്പോ നബി തങ്ങൾ ഹദിയായിട്ട് സമ്മാനമായി നൽകും. സമ്മാനം സ്വതക്കയല്ല, സ്വതക്ക പാവങ്ങൾക്കാണ്. എന്ന ഹദിയ ഗിഫ്റ്റാണ്, സമ്മാനമാണ്. നമ്മുടെ സമാനമായ ആളുകൾ, നാം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, നാമുമായി കിടപിടിക്കുന്ന ആളുകൾ, ഒരുപക്ഷെ അയൽവാസികളാവാം, കുടുംബക്കാരാവാം, സുഹൃത്തുക്കളാകാം, നമുക്ക് വേണ്ടപ്പെട്ടവരാകാം, ഒരു സ്വതക്ക നൽകേണ്ട ആളുകളല്ല. അത്തരം ആളുകൾക്ക് ഹദിയായി നബി തങ്ങൾ സമ്മാനമായി നൽകാറുണ്ട്.
അതേപോലെ ചിലപ്പോൾ നബി തങ്ങൾ മാർക്കറ്റിൽ പോയി വെളിവും വാങ്ങിയിട്ട് എന്താണോ വില അതേക്കാൾ ഏറെ കൊടുക്കും. ഇവിടെ ഒരു ദാനത്തിന്റെ ഒരു കൊടുതിയുടെ മറ്റു ശൈലിയാണ്. ഒരു വസ്തു വാങ്ങുന്നു, പടന്ന വിലയേക്ക് അധികമായി കൊടുത്തുകൊണ്ട് അയാൾക്ക് അങ്ങനെ ഒരു നന്മ ചെയ്തു കൊടുക്കുക. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഒട്ടകം, അത് നടക്കാൻ കഴിയാത്ത പ്രായമായ ഒട്ടകമായിരുന്നു. നബി തങ്ങൾ ചോദിച്ചു, ജാബിർ ഈ ഒട്ടകത്തെ വിൽക്കുന്നുവോ? അതേപോലെ നബിയെ വിൽക്കാം, പക്ഷെ ഇതാരും വാങ്ങാനില്ല, ഇതാരും വാങ്ങൂല, അങ്ങനത്തെ ഒട്ടകമാണ്, ഇത് പ്രത്യേകിച്ച് പ്രയോജനമില്ല, ആരും വാങ്ങാൻ, ഞാൻ വാങ്ങാൻ തയ്യാറാണ് എന്ന് നബി തങ്ങൾ പറയുന്നു. നബി ചോദിച്ചു, ജാബിർ എത്ര കിട്ടാൻ ലാഭമാണ് നബിയെ? ഞാൻ തരാം. പറഞ്ഞ വിലക്ക് നബി തങ്ങൾ എടുത്തു എന്ന് മാത്രമല്ല ആ പണം പൂർണ്ണമായും നൽകിയ ശേഷം ഒട്ടകത്തെയും തിരിച്ചു കൊടുത്തുമ്പോൾ ഒട്ടകം നീ എടുത്തു, എനിക്ക് ആവശ്യമില്ല, ആവശ്യമായിട്ട് വാങ്ങിയതല്ല, പക്ഷെ നിന്റെ ഒരു പ്രയാസം മാറട്ടില്ല, ഒട്ടകവും നീ പിടിച്ചോ, അതിന് വിലയും തരാമെന്ന് പറഞ്ഞു. ആ വാങ്ങിയ വസ്തുവും വിലയും ഇത്തവനെ തിരിച്ചു കൊടുക്കുന്നത് നബിയുടെ കൊടുതിയുടെ വല്ലാത്തൊരു മാതൃകയായി സഹാബിമാരൊക്കെ എടുത്തു പറയുന്നുണ്ട്. അതേപോലെ കടം വാങ്ങിയാൽ ആ കടം തന്നതിനേക്കാൾ അധികമായി നബി തങ്ങളെ പലപ്പോഴും കൊടുക്കുമായിരുന്നു. നബി തങ്ങൾ നന്മയുടെ മറ്റൊരു വശമായിരുന്നു അത്. ഇങ്ങനെ ഏതൊക്കെ രൂപത്തിലാണോ ചെയ്യാൻ കഴിയുക, വല്ലതും വല്ലവരും ചെയ്തു തന്നാൽ അതിന് മുക്കാഫാത്ത് പ്രത്യുപകാരമായി ചെയ്യുമ്പോഴും ധാരാളമായി അർഹിക്കുന്നേക്കാൾ ഏറെ കൊടുക്കൽ നബിയുടെ സാധാരണ പതിവായിരുന്നു. ഇങ്ങനെ ഏതൊക്കെ രൂപത്തിൽ ആളുകൾക്ക് നന്മ ചെയ്യാൻ കഴിയുമോ ആ നന്മകളെല്ലാം പ്രവാചകർ ചെയ്തുവെന്ന് കാണാൻ കഴിയും. ചെയ്യുക മാത്രമല്ല, നന്മയെ പ്രേരിപ്പിച്ചു, നന്മക്ക് പ്രചോദനമേകി. എല്ലാ ആളുകൾക്കും എവിടെയൊക്കെ പ്രയാസമുണ്ടോ ആ പ്രയാസം കണ്ടറിഞ്ഞു, എന്നിട്ട് അത് ചെയ്തു കൊടുക്കാനുള്ള ആഹ്വാനങ്ങൾ അത് പലരെയും പോയി കണ്ട്, ഇന്നാൾക്ക് പ്രയാസമുണ്ട്, അത് നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റിയ ആളുകളെ ചെന്ന് കണ്ട് ആ നന്മയിലേക്ക് പ്രേരിപ്പിക്കാം ഇവിടെ സാധാരണ പതിവായിരുന്നു. ആളുകൾ പ്രയാസപ്പെടുന്നുവെങ്കിൽ നബി തങ്ങൾ പ്രഖ്യാപിക്കുമായിരുന്നു, എന്റെ പക്കൽ വന്നോട്ടെ, ഞാൻ ഏറ്റെടുക്കാമെന്നാണ്. നബി തങ്ങൾ പ്രഖ്യാപിച്ചു, ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ കടമുണ്ടെങ്കിൽ ആ കടം ഞാൻ ഏറ്റെടുക്കാം. ആരെങ്കിലും മരിക്കുമ്പോൾ ചെറിയ ചെറിയ മക്കളെ ബാക്കി വെച്ചുകൊണ്ടാണ് പോകുന്നത് എങ്കിൽ ആ മക്കളെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം, എന്നിലേക്ക് വിട്ടോളൂവെന്ന് നബി തങ്ങൾ പറയുമായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും പ്രയാസം ഏറ്റെടുക്കാനുള്ള, ഒരാൾക്ക് ബുദ്ധിമുട്ട് കാണുമ്പോൾ അത് തന്റെ ബുദ്ധിമുട്ടായി മാറുന്ന, തന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നത് കൊടുക്കുന്നു, അതിനപ്പുറത്ത് ഏതൊക്കെ വഴികളിൽ നിന്ന് അത് ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതൊക്കെ ശ്രമിക്കുന്നു. അങ്ങനെ ആളുകൾക്കെല്ലാം നന്മ ചെയ്തു കൊടുക്കുന്ന ഒരു മനസ്സ്, അതാണ് പ്രവാചകരുടെ മനസ്സ് എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. അതേപോലെയുള്ള മറ്റു നന്മകളും, എല്ലാ നന്മകളും നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന നന്മകളൊക്കെ നമ്മളും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നബി ഞങ്ങൾ പറഞ്ഞു, മൻ ഫത്തറ സായിമ ഔ ജഹസ വസിയ ഫലഹു മിസ്ല അജ്രിഹി എന്നാണ്. ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് നോറ്റവൻ അതേ കൂലി ഇവൻ ഉണ്ടാകുമെന്നാണ്. ഒരു നോമ്പുകാരന് നോമ്പ് നോക്കാൻ അവിടെ സൗകര്യം ചെയ്തു. ഇത് സൗകര്യമാണ്, വിട്ടുകൊണ്ടോണമെന്നില്ല. എല്ലാ പള്ളിയിലും ഇഫ്താറുകളുണ്ട്. ഒരു ദിവസത്തെ നോമ്പ് തുറ, അല്ലെങ്കിൽ ഒരു അര ദിവസത്തെ നോമ്പ് തുറ, അങ്ങനെ എത്രയാണോ കഴിയുക ഒരു ഭാഗവാക്കായാൽ ഒരുപാട് നോമ്പുകാര് നോമ്പ് തുറപ്പിച്ച പ്രതിഫലം കിട്ടുകയാണ്. ആ നോമ്പുകാരന്റെ അതേ കൂലി അവന്റേത് കുറയാതെ തന്നെ ഇവ ലഭിക്കുന്നുവെന്നാണ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കൊടുത്താൽ അതേ പ്രതിഫലം അവനുണ്ട് എന്നാണ്. റബ്ബിന്റെ മാർഗ്ഗത്തിൽ ജിഹാദാണ് ദഅവത്ത്, റബ്ബിന്റെ മാർഗ്ഗത്തിൽ ജിഹാദാണ് ദീന് പഠിക്കല്, അത് പഠിപ്പിക്കല്. ആ വഴിയിലൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തു കൊടുത്താൽ അതും അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ് നബി ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അതേപോലെ റമദാനിൽ ഉംറ ചെയ്യാൻ കഴിയുന്നവർ സാഹചര്യമുണ്ടെങ്കിൽ ചെയ്യണം, ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്നാണ്. എന്ന് മാത്രമല്ല നബി ഞങ്ങൾ പറഞ്ഞ ഉംറത്തുൻ ഫീ റമദാന തഅദിലു ഹജ്ജത്തൻ മഈ, എന്റെ കൂടെ ഹജ്ജ് ചെയ്തത് തുല്യമാണ് റമദാനിൽ ഉംറ ചെയ്തത്. നബിയോടൊപ്പം ഹജ്ജ് ചെയ്ത കൂലി വലിയ പ്രതിഫലമാണ് ഓഫർ ചെയ്യപ്പെട്ടത്. കഴിയുന്ന ആളുകൾ, സാഹചര്യം അനുകൂലമായ ആളുകൾ ഒക്കെ അതിനുവേണ്ടി ശ്രമിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഓതി വെച്ച ആയത്തിനെ പോലെ ഫസ്തബിഖുൽ ഖൈറാത്ത്, ഫസ്തബിഖുൽ ഖൈറാത്ത്, എല്ലാ ഖൈറുകളിലേക്കും നിങ്ങൾ മുൻകടക്കുമെന്നാണ്. ഇസ്തബിഖുൽ ഖൈറാത്ത്, ഖൈറാത്തുകളിലേക്ക്
നന്മകളിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരുമെന്ന് അല്ലാഹു തആല പറഞ്ഞു. ശേഷം അത് ഓർമ്മപ്പെടുത്തി ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു ജമീഅ. നിങ്ങൾ എവിടെയാണെങ്കിലും ശരി അല്ലാഹു തആല നിങ്ങളെ എല്ലാം കൊണ്ടുവരും, റബ്ബിലേക്ക് തിരിച്ചു വരും. ഈ ദുനിയാവിൽ നിന്ന് പോകും, ഒരു യാത്രയുണ്ട്, പടച്ചറബിലേക്ക് മടങ്ങി ചെല്ലും. എവിടെയാണെങ്കിലും ശരി, ലോകത്തിലെ ഏത് ഭാഗത്താവട്ടെ, ഏത് നിലവാരമുള്ള ആളുകളാവട്ടെ, എല്ലാവരും ഇതൊക്കെ അവസാനിച്ച് റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ്. അതുകൊണ്ട് എല്ലാ ഖൈറുകളും നിങ്ങൾ താല്പര്യത്തോട് മുന്നോട്ട് വരുമെന്നാണ് നബി ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഇത് ഞങ്ങളെ പ്രാർത്ഥന പോലും ഖൈറിലേക്ക് കടക്കാൻ തൗഫീഖിന് വേണ്ടിയുള്ള പ്രാർത്ഥന കാണാൻ കഴിയും. നബി ഞങ്ങളെ പഠിപ്പിച്ച ദുആയിലും കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി. അല്ലാഹുവേ, ഇന്നി അസ്അലുക മിൻ ഖൈരി കുല്ലിഹി, എല്ലാ ഖൈറും ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. ആജിലിഹി വആജിലിഹി, ക്ഷണികമായതും അതല്ല പിന്നേക്കുള്ള മാറ്റിവെച്ചതുമായ എല്ലാ ഖൈറും റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നുവെന്നാണ്. മാ അലിംതു മിൻഹാ വമാ ലം അഅലം, എനിക്കറിയാവുന്ന ഖൈറുകൾ, എനിക്കറിയാത്ത ഖൈറുകൾ, എന്തെല്ലാം ഖൈറുണ്ട് റബ്ബേ, ആ ഖൈറെല്ലാം ഞാൻ നിന്നോട് ചോദിക്കുന്നുവെന്ന്. ഇത്ര വലിയ മനസ്സാണ് സഹോദരങ്ങളെ അത്. നന്മകൾ ചെയ്യാനുള്ള ആവേശം, കൂലി കിട്ടണമെന്ന താല്പര്യം, സ്വർഗം വേണമെന്ന തീരുമാനം, ആ തീരുമാനത്തിലാണല്ലോ ഇത്തരം പ്രാർത്ഥനയുണ്ടാവുക. റബ്ബേ, എല്ലാ ഖൈറും ഞാൻ നിന്നോട് ചോദിക്കുന്നുവെന്നാണ്. എനിക്കറിയാവുന്ന ഖൈറുകൾ, എനിക്കറിയാത്ത ഖൈറുകൾ, എന്തെല്ലാം ഖൈറുണ്ടോ ആ ഖൈറെല്ലാം റബ്ബേ നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിനശ്ശർരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹാ വമാ ലം അഅലം. റബ്ബേ, എനിക്കറിയാത്ത, എനിക്കറിയുന്ന ഏതെല്ലാം ശർറുകളുണ്ടോ ആ ശർറിൽ നിന്നെല്ലാം എന്നോട് കാവലിനെ തേടുകയും ചെയ്യുന്നു. റബ്ബേ, എനിക്ക് ശർറ് വേണ്ട, ശർറുമായി ബന്ധം വേണ്ട. ഏതൊക്കെ തിന്മയുണ്ടോ, എന്തെല്ലാം ദോഷമുണ്ടോ, ഏതെല്ലാം പോരായ്മയുണ്ടോ, ഏതൊക്കെ ഹറാമുണ്ട് റബ്ബേ, അതിനൊക്കെ കാവൽ റബ്ബേ എനിക്ക് നൽകണേ. എന്ന ചെറിയ ചെറിയ ശർറുകൾ പോലും സഹോദരങ്ങളെ വേണ്ടെന്ന് വെക്കുക. പലതും തെറ്റാണ് എന്നറിയാം, ചെയ്യാൻ പാടില്ല എന്നറിയാം, അതൊക്കെ മോശമാണ് എന്നറിയാം. എന്നാലും ആ തിന്മകളെ പിന്നാലെ പോകുന്നവരാണ് നമ്മിൽ പലരും. അതൊക്കെ അറിയാത്തോണ്ടൊന്നല്ല, എന്നാലും എന്താ ചെയ്യാം, ശീലായി പോയി, അത് ശീലിച്ചു പോയി, ഒഴിവാക്കാൻ പറ്റുന്നില്ല, വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നില്ല, പിന്നെയും ആ വഴിക്ക് പോവുകയാണ്. അതൊക്കെ എന്ത് ന്യായമാണ് അല്ലാഹുവിന്റെ മുന്നിൽ പറയാൻ പറ്റുന്ന സഹോദരങ്ങളെ? ആ ന്യായങ്ങളൊക്കെ അതുകൊണ്ട് എന്ത് ചിന്തയാകട്ടെ എല്ലാം ഒഴിവാക്കാൻ റമദാനെങ്കിലും നമുക്ക് പ്രചോദനമായി മാറണം, ഒരു അവസരമാണ്. നന്മകാംക്ഷിക്കുന്നവരെ എന്ന് വിളിക്കുമ്പോൾ ആ വിളി എന്നോടാവണം. കാംക്ഷിക്കുന്നവനെ എന്ന വിളി ഇല്ല, അതിൽ ഞാനില്ല, അത് എന്നോടായിക്കൂടാ എന്ന തീരുമാനം വേണം. രണ്ട് വിളിയാണ് മലക്ക് വിളിക്കുന്നത്. ഒരു ശർറ് ചെയ്യുമ്പോ നമ്മൾ ആലോചിക്കുന്നത് എന്ന വിളിക്കാണല്ലോ ഞാൻ ഉത്തരം ചെയ്തത് എന്ന തിരിച്ചറിവുണ്ടായാൽ തിന്മയിൽ മാറി നിൽക്കാൻ പറ്റും. കളവ് പറയുന്നവർ, പലിശ വാങ്ങുന്നവർ, കൈക്കൂലി വാങ്ങുന്നവർ, കൊള്ളലാഭമുണ്ടാക്കുന്നവർ, വെട്ടിപ്പ് നിർവഹിക്കുന്നവർ, ആളുകളെ പറ്റിക്കുന്നവർ, പൊതുവാസങ്ങൾ മുഴുകുന്നവർ, മൊബൈൽ ഫോണുകളിൽ അനാവശ്യങ്ങൾ കാണുന്നവർ, അങ്ങനെ തുടങ്ങി അതും മയക്കുമരുന്നും ലഹരിയും പുകവലിയും അടക്കമുള്ള എല്ലാ തിന്മയുടെയും പിന്നാലെ പോകുന്ന ആളുകൾ. ഈ ഒരു വിളി സഹോദരങ്ങളെ മനസ്സിൽ നമ്മൾ വിളിക്കുക, നന്മകാംക്ഷിക്കുന്നവരെ മുന്നോട്ട് വരൂ, നന്മകാംക്ഷിക്കുന്നവരെ മുന്നോട്ട് വരൂ. നാളെ വൈകുന്നേരം ആകാശത്തിൽ മലക്ക് വിളിക്കാൻ പോവുകയാണ്. ആ വിളിക്ക് ഉത്തരം ചെയ്യുന്നവരായി ഞാൻ മാറണം. തിന്മകാംക്ഷിക്കുന്നവരെ എന്ന വിളി ഇല്ല, അത് എന്നോടാകാൻ പാടില്ല, ഞാൻ ആ വിളിക്ക് അതിനുള്ളിൽ പെടുന്നവരാകാൻ പാടില്ല എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. നബി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, റബ്ബേ നിന്നോട് ഞാൻ സ്വർഗ്ഗം ചോദിക്കുന്നു റബ്ബേ, വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. റബ്ബേ, സ്വർഗ്ഗത്തിലേക്ക് അടുക്കുന്ന എന്തൊക്കെ വാക്കുണ്ടോ, എന്തെല്ലാം അമലുണ്ടോ, അതെല്ലാം റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നവനാണ്. എനിക്ക് സ്വർഗ്ഗം വേണം എന്ന ആ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ ഖൗലും, എല്ലാ വാക്കുകളും, എല്ലാ പ്രവൃത്തികളും എല്ലാം റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്നോട് നരകത്തിന് കാവലിനെ തേടുന്നു. വഅഊദു ബിക മിനന്നാർ വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. റബ്ബേ, നരകത്തിലേക്ക് അടുപ്പിക്കാവുന്ന എന്തൊക്കെ വാക്കുകളുണ്ടോ, എന്തെല്ലാം പ്രവൃത്തികളുണ്ടോ, അതിൽ നിന്നെല്ലാം റബ്ബേ കാവലിനെ തേടുന്നുവെന്ന പ്രാർത്ഥന സഹോദരങ്ങളെ എത്രമാത്രം അർത്ഥവത്താണ്. റബ്ബുമായുള്ള ബന്ധമാണ് ആ പ്രാർത്ഥന അറിയിക്കുന്നത്. ഒരു വിശ്വാസിയുടെ മനസ്സാണ് ആ പ്രാർത്ഥനയുടെ ഒരു ആശയം. അതുകൊണ്ട് റമദാനിലേക്ക് അടുക്കുമ്പോ നമ്മളും സഹോദരങ്ങളെ ഒരു തിരിച്ചറിവുണ്ടാവുക, മാറ്റങ്ങൾക്ക് തയ്യാറാവുക.
റബ്ബേ ഞാൻ മാറുകയാണ്, ഞാൻ നന്നാവുകയാണ്. കഴിഞ്ഞ കാലം മോശമാണ് റബ്ബേ, അവസാനിപ്പിച്ചു, നിർത്തി, ഇവിടെ അങ്ങോട്ട് പുതിയ ജീവിതം ആരംഭിക്കുകയാണ് എന്ന തീരുമാനത്തോടുകൂടി ആ തീരുമാനമെടുത്തില്ല റബ്ബേ ആ ബാഖിയൽ ഖൈർ നന്മകാംക്ഷിക്കുന്നത് ഞാനുമുണ്ട് എന്ന് അള്ളാനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇന്ന് മരിച്ചാൽ പോലും സഹോദരങ്ങൾ ലാഭമായിരിക്കും. ഒരുപക്ഷെ റമദാനിലേക്ക് എത്തിക്കൊള്ളുന്നില്ല, കാത്തു നിൽക്കുമ്പോ റമദാനിലേക്ക് എത്തണമെന്നില്ല, അതിന് മുമ്പ് ഒരു പക്ഷെ മരണം നമ്മെ ബാധിച്ചേക്കാം, ഇന്നൊരു പക്ഷെ മരണപ്പെട്ടേക്കാം, നാളെ മരണപ്പെട്ടേക്കാം, മാസം കണ്ടു എന്നറിയും മുമ്പ് നമ്മുടെ ജീവിതം അവസാനിച്ചു പോയേക്കാം. എന്നാലും ഈ തീരുമാനമുണ്ടെങ്കിൽ നമുക്കത് ലാഭമാണ്, നഷ്ടമുണ്ടാവുകയില്ല. അതുകൊണ്ട് ആ നിലയ്ക്ക് ബാഖിയുൽ ഖൈറായി നന്മകാംക്ഷിക്കുന്നവരായി മാറാൻ സഹോദരങ്ങൾ നമുക്കെല്ലാം തീരുമാനമെടുക്കാം. നമ്മളെല്ലാം ആ നിലയ്ക്ക് തീരുമാനിച്ചുകൊണ്ട് അവരോട് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് റമദാനിലേക്ക് പ്രവേശിക്കാം. പടച്ച റബ്ബ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുന്നത്. റമദാൻ നോമ്പ് ആരംഭിക്കുന്നത് മാസപ്പിറവി ദൃശ്യമാകുന്നതോടു കൂടിയാണ്. നബി തങ്ങൾ പറഞ്ഞു, സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി ഫൈൻ ഗുമ്മ അലൈക്കും ഫഅക്മിലു ഇദ്ദത ശഅബാന 30. വ്യത്യസ്തമായ പദപ്രയോഗങ്ങൾ ഉദ്ധരിക്കപ്പെടുന്ന മുസ്ലിം ലോകം ഏകകണ്ഠേന സ്വീകരിച്ചു പോകുന്ന തർക്കമില്ലാത്ത ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞു, മാസപ്പിറവി ദൃശ്യമായാൽ നിങ്ങൾ നോമ്പെടുത്ത് തുടങ്ങുക. മാസപ്പിറവി ദൃശ്യമായാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ ആഘോഷിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് മേഘം മൂടി കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ ശഅബാൻ മാസം നിങ്ങൾ 30 പൂർത്തിയാക്കുക. ഇതാണ് അറബി മാസങ്ങളുടെ അടിസ്ഥാനം. എല്ലാ അറബി മാസവും ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30. അശ്ശഹ്റു ഹാക്കദാ വഹാക്കദാ. നബി ഞങ്ങൾ പറഞ്ഞു, അറബി മാസം ഇങ്ങനെയും ഇങ്ങനെയുമാണ് ഉണ്ടാവുക. അഥവാ 29, 30 ഉണ്ടാവുക. 28 ആവില്ല, 31 ആവില്ല. ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30. അത് അറിയിക്കാൻ അല്ലാഹു നിശ്ചയിച്ച അടയാളമാണ് ഹിലാലുകൾ, ബാലചന്ദ്രന്മാർ. ഖുർആനിൽ പറഞ്ഞു, വയസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്. അവർ നബിയെ നിങ്ങളോട് ചോദിക്കുന്നു, അനിൽ അഹില്ല, ഹിലാലുകളെ പറ്റി ചോദിക്കുന്നു. ചെറിയ ചന്ദ്രൻ അത് ഒരു ബാലചന്ദ്രനായി പ്രത്യക്ഷപ്പെട്ട് പിന്നെ അതിങ്ങനെ അതിന് വലിപ്പം കൂടി വന്ന് പിന്നെ പൂർണ്ണചന്ദ്രനായി മാറി, പിന്നെയും അത് ചെറുതായി പോയി ഇല്ലാതായി മാറുന്നു, വീണ്ടും അത് ഉദിച്ചു വരുന്നു. എന്താ ഇത് ഇങ്ങനെ ഒരു സംവിധാനം എന്ന് സ്വഹാബിമാർ നബിയോട് വന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാഹു തആല ആയത്തിറക്കി, വയസ്അലൂനക അനിൽ അഹില്ല. നബിയെ ഹിലാലുകളെ പറ്റി അവർ നിങ്ങളോട് ചോദിക്കുന്നു. ഖുൽ പറഞ്ഞു കൊടുക്കുക, ഹിയ മവാഖീതു ലിന്നാസ്. ജനങ്ങൾക്ക് സമയം നിശ്ചയിക്കാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ച സംവിധാനമാണത് എന്ന് പറഞ്ഞു കൊടുക്കുക നബിയെ എന്നാണ്. 12 മാസവും പ്രവേശിച്ചതായി അറിയുക ചന്ദ്രന്റെ ഈ ഉദയത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ്. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യാസ്തമയ ശേഷം ചന്ദ്രനിൽ നിന്ന് ദൃശ്യമായാൽ പിറ്റേന്ന് 1 കണക്കാണ്. അറബി മാസം 29 സൂര്യാസ്തമയ ശേഷം പടിഞ്ഞാറൻ ചക്രവാളത്തേക്ക് നോക്കുകയും അവിടെ ചന്ദ്രനെ ദൃശ്യയോഗ്യമായി കിട്ടിയാൽ പിറ്റേന്ന് 1 എന്നാൽ ചന്ദ്രൻ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, പക്ഷെ കണ്ടില്ല എങ്കിൽ പിറ്റേന്ന് 30 പൂർത്തിയാക്കി അടുത്ത ദിവസം 1 കണക്കാക്കുകയും ചെയ്യും. അതാ ഹദീസ് പറഞ്ഞത്. മേഘം മൂടിയാൽ നിങ്ങൾ 30 പൂർത്തിയാക്കുക. മേഘം മൂടിയാലും ഒരു പക്ഷെ ചന്ദ്രൻ അവിടെ ഉണ്ടാകാമല്ലോ. മേഘം മൂടിയ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾക്ക് മേഘം മൂടിയാൽ നിങ്ങൾ ശഅബാൻ മാസം നിങ്ങൾ 30 പൂർത്തിയാക്കുക. ശഅബാൻ 29 പോലെ നോക്കുക. കണ്ടാൽ പിറ്റേന്ന് റമദാൻ 1, കണ്ടില്ലെങ്കിൽ പിറ്റേന്ന് ശഅബാൻ 30 പൂർത്തിയായ പിന്നെ നോക്കേണ്ട കാര്യമില്ല. കാരണം 31 ഇല്ല.
31 ഇല്ല, 29, 30 ഉള്ളൂ. ഇത് 30 പൂർത്തിയായാൽ പിന്നെ ഉറപ്പാണ് പിറ്റേന്ന് അടുത്ത മാസം പ്രവേശിച്ചു. അടുത്ത മാസം അങ്ങനെ തന്നെ റമദാൻ 29 ആകുമ്പോൾ നോക്കണം. അന്ന് മാസപ്പിറവി കണ്ടു എങ്കിൽ പിറ്റേന്ന് ശവ്വാൽ 1 ആയി. മേഘം മൂടി മഴക്കാറാണ്, കാണാൻ കഴിഞ്ഞില്ല. ചന്ദ്രൻ അന്തരീക്ഷത്തിലുണ്ട്, കാണാൻ കഴിഞ്ഞില്ല. ഈ ഹദീസ് പ്രകാരം പിറ്റേന്ന് 30 പൂർത്തിയാക്കണം. ഇന്ന് ആധുനിക സംവിധാന പ്രകാരം സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ ഉദയാസ്തമനങ്ങളെ, സഞ്ചാരങ്ങളെ എല്ലാം അറിയാൻ സംവിധാനമുണ്ട്. അതുപ്രകാരം അന്തരീക്ഷത്തിൽ ചന്ദ്രൻ ഉണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രം പോരാ. വ്യക്തമായ ഹദീസാണ്. കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക. ചില ആളുകൾ ന്യായം പറയും, നബിയുടെ കാലത്ത് സംവിധാനമില്ലല്ലോ, അന്ന് കാണാനല്ലേ നിവൃത്തിയുള്ളൂ, വേറെ വഴിയില്ലല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. ഇത് വഹയ്യല്ലേ, ഇത് വഹയ്യല്ലേ. നബിതങ്ങളെ വക ആലോചിച്ചുണ്ടാക്കി പറഞ്ഞതല്ലല്ലോ. ഇത് എല്ലാ കാലത്തേക്കുമുള്ളതാണ്. ഖിയാമത്ത് വരെയുമുള്ളവർക്ക് ലോകത്ത് മുഴുവൻ സ്വീകരിക്കാൻ പറ്റിയ മതമാണ്. അതുകൊണ്ട് ലോകം മൊത്തം സ്വീകരിക്കാൻ പറ്റിയ രീതി ഈ ഹദീസ് അതേപടി പ്രാവർത്തികമാക്കുക എന്ന് തന്നെയാണ്. അതുപ്രകാരം നാളെ ശഅബാൻ 29, ഇന്ന് 28. എങ്ങനെ 29 ആയി? ശഅബാൻ 1 പിറവിയെടുത്താൽ എന്നാണ് തീരുമാനിച്ചത്. അതുപ്രകാരം ശഅബാൻ 1 അന്നത്തെ പിറവി പ്രകാരം തീരുമാനിച്ച എന്നാണോ അതുപ്രകാരം ഇന്ന് 28. കലണ്ടറിൽ പക്ഷം 29 കാണും, കലണ്ടർ 29 കാണും. അത് കഴിഞ്ഞ മാസം ഏതു മാസവും സൂര്യാസ്തമയ ശേഷം 1 മിനിറ്റെങ്കിലും ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ കലണ്ടർ തയ്യാറാക്കുമ്പോൾ പിറ്റേന്ന് 1 കൊടുക്കും. 29 സൂര്യ അസ്തമിച്ച ശേഷം 1 മിനിറ്റ് ചന്ദ്രൻ ഉണ്ടെങ്കിലും കലണ്ടർ തയ്യാറാക്കുമ്പോൾ കൊടുക്കുക പിറ്റേന്ന് 1 ഈ 1 മിനിറ്റുള്ള ചന്ദ്രനെ കാണുമോ കാണില്ലേ, അത് കലണ്ടർ അടിക്കുമ്പോ തീരുമാനിക്കാൻ കഴിയും. നമ്മുടെ കലണ്ടർ സാധാരണ ഓഗസ്റ്റിലോ ജൂലൈയിലോ സെപ്റ്റംബറിലോ ഒക്കെ കലണ്ടർ തയ്യാറാക്കുന്ന പണി ആരംഭിക്കും. ഈ ഒരു ഫെബ്രുവരി 29, ഫെബ്രുവരി 28 കഴിഞ്ഞ് മാർച്ച് 1 മാസം കാണുമോ ഇല്ല എന്ന് അത് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. അവിടെ ഉദയമുണ്ടെങ്കിൽ പിറ്റേന്ന് 1 കലണ്ടറിൽ വരും. കണ്ടാൽ 1 ആകും, കണ്ടില്ലെങ്കിലോ 30 ആകും. അത് കലണ്ടർ ഇന്ന് 29 ആയിരിക്കും. പക്ഷേ 1 എന്നാണോ കലണ്ടറിൽ ഉള്ളത് അന്ന് 1 ആയില്ല. ശഅബാൻ 1 കലണ്ടറിൽ എന്നാണോ അന്ന് 1 ആയില്ല. കാരണം കഴിഞ്ഞ മാസം കണ്ടില്ല, അവിടെ പൂർത്തിയായി. അപ്പൊ 1 എന്ന് മാറിയത് 1 എന്നുള്ളത് മാറി 30 ആയി മാറി. അതുകൊണ്ട് കലണ്ടറിൽ 29 ആണ്, കാഴ്ചപ്പാടിൽ 28. അതുകൊണ്ട് നാളെ 29 ആയി പരിഗണിക്കും. കലണ്ടറിൽ നാളെ ഒരു പക്ഷം 1 ആയിരിക്കും, കലണ്ടറിൽ 30 ആകുന്നു. കാരണം ഒരു ഉദയമുണ്ടെങ്കിൽ 1 കൊടുക്കും. അത് അത്രേ കഴിയുള്ളൂ. കലണ്ടർ അടിക്കുമ്പോഴേ പറ്റുള്ളൂ. ഉദയമുണ്ടോ ഇല്ലേ നോക്കുക. ഉദയമുണ്ടെങ്കിൽ പിറ്റേന്ന് 1. പക്ഷെ അത് കാണോ കാണില്ലേ അത് തീരുമാനിക്കാൻ കഴിയില്ല. അപ്പൊ കണ്ടാൽ 1 പ്രവേശിക്കും, കണ്ടില്ലെങ്കിൽ 30. അപ്പൊ നാളെ 29, നാളെ സൂര്യാസ്തമയ ശേഷം 1 മണിക്കൂറിലേറെ സമയം ചന്ദ്രൻ ഉദിച്ചു നിൽക്കും. നാളെ സൂര്യൻ അസ്തമിച്ച ശേഷം നാളെ മഗ്രിബ് എപ്പോഴാണ് ബാങ്ക് വിളിക്കുക ആ സമയത്താണല്ലോ സൂര്യാസ്തമയം. ആ സമയത്ത് സൂര്യ അസ്തമിച്ചു കഴിഞ്ഞാൽ ശേഷം 1 മണിക്കൂറിലേറെ സമയം, ഏതാണ്ട് 65-66 മിനിറ്റ് നേരം ചന്ദ്രൻ ആകാശത്തുണ്ടാവും. അതുകൊണ്ട് സാധാരണഗതിയിൽ കാണാനാണ് സാധ്യത കൂടുതൽ. കണക്ക് പ്രകാരം ഇന്നും ഉണ്ടാവും ചന്ദ്രൻ, കണക്ക് പ്രകാരം പക്ഷെ വരി ഉണ്ടാവും. അതല്ല പരിഗണിക്കേണ്ടത്. സമൂഹത്തിൽ വ്യത്യസ്തമായ വീക്ഷണ വ്യത്യാസങ്ങൾ ആ വിഷയത്തിലുണ്ട്. ന്യൂ മൂൺ പിറവിയെടുത്താൽ മാസം മാറി എന്ന് കണക്കാക്കുന്ന ആളുകൾ ഹിലാലൊന്നും വേണ്ട. ന്യൂ മൂൺ, പുതിയ ചന്ദ്രൻ എപ്പോഴാണോ പിറവിയെടുത്തത് അതോടുകൂടി മാസം മാറി, ഇനി നോക്കാനും കാണാനും പോകേണ്ടതില്ല എന്ന് പറയുന്നവർ നമ്മുടെ നാട്ടിലുമുണ്ട്. അവർക്ക് ഇന്ന് രാവിലെ ന്യൂ മൂൺ പിറവിയെടുത്തു. ഇന്ന് രാവിലെ 8 മണിക്ക് ന്യൂ മൂൺ പിറവിയെടുത്തു. അതുപ്രകാരം അവർക്ക് ഇനി ഒന്നും നോക്കണ്ട, മാസം കഴിഞ്ഞു, നാളെ മുതൽ 1 ആയി കണക്കാക്കാം എന്നാണ് അവരെ നയം. 1 മാസം നോക്കാനും പോകൂല, കാണാനും പോകൂല, ആ പ്രഖ്യാപനവുമില്ല. പുതിയ ചന്ദ്രൻ എപ്പോൾ പിറവിയെടുത്തുവോ അവിടെ മുതൽ മാസം മാറി എന്നാണ് അവരുടെ നയം. മറ്റു ചിലർ പറഞ്ഞത് അതുപോലെ ന്യൂ മൂൺ പോരാ, ഹിലാലാണ്, അഥവാ സൂര്യാസ്തമയ ശേഷം ചന്ദ്രോദയം ഉണ്ടാകണം, എന്നാ പിന്നെ കാണേണ്ട കാര്യമില്ല. സൂര്യാസ്തമിച്ച ശേഷം ചന്ദ്രൻ ഉണ്ടോ എന്ന മാസം മാറി എന്ന് കണക്കാക്കാം. നമ്മളെ കണ്ടില്ലേ അത് നോക്കേണ്ടതില്ല. നബിയുടെ കാലത്ത് നോക്കാൻ നിവൃത്തിയുള്ളൂ, വേണം നിവൃത്തിയില്ലാത്ത അന്ന് പറഞ്ഞതാണ് ഇന്നത് ബാധകമല്ല എന്ന് അവർ, അതും ശരിയല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സ്വീകാര്യമല്ലാത്തൊരു തത്വമാണ് നബി തങ്ങൾ അന്ന് പഠിപ്പിച്ചത് എന്ന് വരും. അതും ശരിയല്ല. മൂന്നാമത്
ചന്ദ്രപ്പിറവി ഉണ്ടായാൽ പോരാ, അത് കാണണം, കണ്ടു പ്രഖ്യാപിക്കണം. അപ്പോഴാ ഹിലാൽ എന്ന് പറയുക. വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച വാക്ക് ഹിലാൽ എന്നാണ്. ഹിലാൽ ഹല്ലല എന്ന പദവുമായി ബന്ധപ്പെട്ട പദമാണ് ഹിലാൽ. തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നതിന് തഹ്ലീൽ എന്നാണ്. ഉറക്കെ ശബ്ദമുണ്ടാക്കുക എന്നാണ് ഹിലാൽ എന്ന പദത്തിന് നേരം. ഉറക്കെ ശബ്ദമുണ്ടാക്കുക. അപ്പൊ സാധാരണഗതിയിൽ മാസം കണ്ട് ആളുകൾ പരസ്പരം അറിയിക്കും, മാസം കണ്ടു എന്ന അറിയിപ്പ് തമ്മിൽ പറയും. അതാണ് ഹിലാൽ എന്ന പേര് അതിന് പറയാൻ കാരണമെന്ന് ശൈഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മജ്മു ഫത്താവയിൽ 25ാമത്തെ വാള്യത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി കാണാൻ കഴിയും. അതാ ഹിലാൽ. ദൃശ്യയോഗ്യമായി മാറുന്ന അവസ്ഥക്കാണ് ഹിലാൽ എന്ന് പറയുക. ഇത് അങ്ങനെ ഉണ്ടായി, ആരും കണ്ടില്ല, വിളംബരം ചെയ്യപ്പെട്ടില്ല എങ്കിൽ അത് അറബിയിൽ ഹിലാൽ എന്ന് പറയുകയില്ല. കണ്ട് വിളംബരം ചെയ്യപ്പെടുമ്പോഴാണ് ഹിലാൽ എന്ന് പറയുക. നബിയെ, നിങ്ങളോട് അവർ ഹിലാലുകളെ പറ്റി ചോദിക്കുന്നുവെന്നാണ് ഖുർആന്റെ പ്രയോഗം തന്നെ. അപ്പൊ അത് ചന്ദ്രൻ ഹിലാലാവൽ തന്നെ കണ്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ ഹിലാൽ എന്ന് പറയില്ല എന്ന് അറബി ഭാഷയുടെ നിയമമാണ്. അതുപ്രകാരം നാളെ സൂര്യാസ്തമയ ശേഷം 1 മണിക്കൂറിലേറെ സമയം ചന്ദ്രൻ ഉദിച്ചു നിൽക്കും. അത് കണ്ട് പിറ്റേന്ന് ഒന്നിലേക്ക് കടക്കാം. നീ കണ്ടില്ല, എനിക്കുണ്ടായി ശക്തമായ മഴ പെയ്ത് വലിയ മഴക്കാറായി, ആർക്കും കാണാൻ കഴിഞ്ഞില്ല, കേരളത്തിൽ എവിടെയും കണ്ടില്ല. ഇത് സ്വാഭാവികമായി പിറ്റേന്ന് 30 പൂർത്തിയാക്കും. ഞായറാഴ്ച ശഅബാൻ 30 പൂർത്തിയാക്കും. അപ്പൊ തിങ്കളാഴ്ച റമദാനിലേക്ക് കടക്കുക. അതാണ് സുന്നത്തിനോട് യോജിക്കുന്ന ശരിയായ. മറ്റുള്ളതൊക്കെ യുക്തികളാണ്, ന്യായങ്ങളാണ്. എന്തിനാൽക്കാലത്ത് നോക്കുന്നത്? നമ്മൾ നാളെ പോയി നോക്കിയിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ എങ്ങനെ മാസം മാറോ, നമ്മൾ കണ്ട മാസം മാറോ? അതൊക്കെ യുക്തികളാണ്. നബി തങ്ങൾ നിശ്ചയിച്ച മാനദണ്ഡം കാഴ്ചയാണ്. അപ്പൊ ചില ആളുകൾ പറയും, അങ്ങനെയാണെങ്കിൽ ബാങ്ക് വിളിക്കാൻ നോക്കുന്നില്ലല്ലോ, അത് കണക്കല്ലേ, കലണ്ടറിൽ വെച്ച് സമയം നോക്കിയിട്ടല്ലേ ബാങ്ക് വിളിക്കുന്നത്, സൂര്യൻ മറ്റൊന്നും തെറ്റോ ഇല്ലെന്ന് ആരും പോയി അളന്നു നോക്കുന്നില്ലോ. പഴയ കാലത്ത് അടിക്കണക്കായിരുന്നല്ലോ, അന്ന് നാട്ടക്കുത്തി വെച്ച് അത് നെയ്ല് നോക്കി അളന്നിട്ടല്ലേ അന്ന് ബാങ്ക് വിളിച്ചത്, ഇന്നതില്ലല്ലോ. സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ ബഹുന്ന സമയമായി, തെറ്റി എന്ന് കണ്ടാൽ എന്നല്ല പറഞ്ഞു. സൂര്യൻ മധ്യത്തിൽ തെറ്റിക്കഴിഞ്ഞാൽ ബഹുന്ന സമയമായി എന്ന ഹദീസ് അങ്ങനെയാണ്. തെറ്റിയത് കണ്ടാൽ എന്നല്ല, തെറ്റിയാൽ ബഹുന്ന സമയമായി. ഒരു വസ്തുവിന്റെ നിഴൽ അതിന് ഇരട്ടിയ വലിപ്പമായാൽ അസ്തമയ സമയമായി. സൂര്യ അസ്തമിച്ചാൽ മഗ്‌രിബിന്റെ സമയമായി. ശഫഖുൽ അഹ്മർ, അന്തരീക്ഷത്തിലെ കടും ചുവപ്പ് മാഞ്ഞാൽ ഇശാഇന്റെ സമയമായി. അന്ന് ഓരോന്നും അങ്ങനെ നിശ്ചയിച്ചത്. എന്നാൽ ചന്ദ്രൻ ഉദിച്ചാൽ നിങ്ങൾ നോമ്പ് നോക്കുക എന്നല്ല പറഞ്ഞത്. ചന്ദ്രപ്പിറവി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നോമ്പ് നോക്കുക, ചന്ദ്രപ്പിറവി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക എന്ന് അങ്ങനെ വ്യക്തമായി വേർതിരിച്ചു പറഞ്ഞു. സൂര്യന്റെ ചലനവുമായി ബന്ധപ്പെട്ടാണ് നിസ്കാരം നിശ്ചയിച്ചത്. ചന്ദ്രന്റെ പിറവിയുമായി ബന്ധപ്പെട്ടല്ല, അത് കാണുന്നതുമായി ബന്ധപ്പെട്ടാണ് മാസം നിശ്ചയിച്ചത്, നോമ്പ് നിശ്ചയിച്ചത്. അതാണ് ആ വ്യത്യാസം. അതുകൊണ്ട് അത്രയും യുക്തിവാദങ്ങൾക്ക് മതത്തിൽ സ്ഥാനമില്ല. എന്താണോ അല്ലാഹു റസൂൽ നിശ്ചയിച്ചു പഠിപ്പിച്ചത് അത് അപ്പടി പിൻപറ്റലാണ് നമുക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ആ നിലയ്ക്ക് ഏത് കാര്യത്തിലും എന്ന ഈ വിഷയത്തിലും സുന്നത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ നാം പരിശ്രമിക്കുക. ഏതാണെങ്കിലും വിശുദ്ധ റമദാനിലേക്ക് കടന്നത് മുതൽ ഓരോ നിമിഷവും നഷ്ടപ്പെടാതെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നാം പരിശ്രമിക്കാം. റമദാൻ 1 മുതൽ തന്നെ നമ്മുടെ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് ളുഹറിന് ശേഷം ക്ലാസ് ഉണ്ടാകും. 1 മണിക്കാണ് റമദാനിൽ ളുഹർ ജമാഅത്ത് ഉണ്ടാകും. എല്ലാ ദിവസവും ബാങ്ക് എപ്പോൾ കൊടുത്താലും 1 മണിക്ക് ളുഹർ ജമാഅത്ത് ഉണ്ടാകും. അവിടെ സമയം പ്രത്യേകമായി ശ്രദ്ധിക്കുക, ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ സമയം പാലിക്കാം. 1 മണിക്ക് റമദാൻ ഫുള്ള് 1 മണിക്ക് ളുഹർ നിസ്കാരം ഉണ്ടാകും. നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ചാൽ ഇൻഷാ അല്ലാഹ് ഒരു 1/4 മണിക്കൂർ സമയം വ്യത്യസ്തമായ വിഷയങ്ങളിൽ പഠനാർഹമായ ക്ലാസുകൾ നമ്മുടെ പള്ളിയിൽ ഉണ്ടാകും. 1ാമത്തെ നോമ്പ് ഞായറാഴ്ച നോമ്പാണെങ്കിൽ അന്ന് തന്നെ ഇൻഷാ അല്ലാഹ് ക്ലാസ് ആരംഭിക്കും. അവിടെ നമ്മുടെ എല്ലാ ദിവസവും ളുഹറിന് ശേഷം നമുക്ക് ക്ലാസ് ഉണ്ട്. പരമാവധി ഇത് ഉപയോഗപ്പെടുത്തുക. എല്ലാ ദിവസവും നമുക്ക് ഇവിടെ നോമ്പ് തുറക്കാൻ സൗകര്യമുണ്ട്. ഭക്ഷണമടക്കം നാം തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ട് കുടുംബസമേതം പള്ളിയിൽ വന്നാൽ എല്ലാ ജമാഅത്തും കൂടി ഇവിടുന്ന് നോമ്പും തുറന്ന് ഭക്ഷണം കഴിച്ച് ഇശാവും തറാവീഹും എല്ലാം കഴിഞ്ഞ് പോകാൻ സാഹചര്യമുള്ളവർക്ക് അങ്ങനെ പരിപാടി പ്ലാൻ ചെയ്യാം. ളുഹർക്ക് വന്നാൽ ആസും കിട്ടും, ളുഹർ ജമാഅത്തും അസ്ർ ജമാഅത്തും മഗ്‌രിബും ഇശാവും 4 വഖ്ത് ജമാഅത്തും കിട്ടും. നോമ്പ് തുറക്കാൻ സൗകര്യമുണ്ട്. തറാവീഹ് ജമാഅത്ത് നിസ്കരിക്കാം. എല്ലാം കഴിഞ്ഞ് പോയാൽ മതി. എല്ലാ സൗകര്യമാണ്. മിക്കവാറും പള്ളിയിലൊക്കെ സൗകര്യമുണ്ടാകും. നമ്മുടെ പള്ളി അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അടുത്ത ഈ വർഷം നാം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് ശേഷം ഇൻഷാ അല്ലാഹ് സംശയ നിവാരണ അവസരമായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ വർഷങ്ങളിൽ എപ്പോൾ തന്നെ
ജുമുഅ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കൂടി ആളുകൾക്ക് ദീനിയായി അറിയേണ്ടുന്ന വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനും പറയാനും ഒക്കെയുള്ള ഒരു അവസരം എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് അത് നാം സംഘടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നന്മകളിലേക്ക് പരമാവധി മുന്നേറാൻ ബാക്കി എല്ലാ രംഗത്തും ചില നീക്കുപോക്കൊക്കെ ചെയ്ത് ചില അഡ്ജസ്റ്റ്മെന്റുകൾ ജീവിതത്തിലും എല്ലാം വേഗം വരുത്തി എങ്ങനെ റമദാനെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റും എന്നൊരു ആലോചന നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. മൊബൈൽ ഫോണും അനുബന്ധമായ കാര്യങ്ങളൊക്കെ നിയന്ത്രണം അനിവാര്യമാണ്. റമദാനിലും സോഷ്യൽ മീഡിയയിലും തന്നെ കൂടി എല്ലാം നഷ്ടപ്പെടുത്തത്. എന്നാൽ സോഷ്യൽ മീഡിയ തന്നെ ഒരുപാട് നന്മകൾക്ക് അവസരമായി മാറുന്നുണ്ടാകാം, നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്നാലും സമയം നഷ്ടപ്പെടാൻ അനാവശ്യമായി ഒരുപാട് വേസ്റ്റായി പോകാൻ പലപ്പോഴും മൊബൈലൊക്കെ കാരണമാണ്. നമ്മളൊക്കെ ചിലല്ല ആ നിലയ്ക്ക് പരമാവധി ഒരു നിയന്ത്രണം ആ രംഗത്ത് നാം വരുത്തുക. അല്ലാഹു തആല എല്ലാ ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഖൈറുകളിലേക്ക് മുന്നേറാനുള്ള മനസ്സ് പടച്ചത് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. യാ ബാഗിയൽ ഖൈർ എന്ന വിളിയിൽ ഉൾപ്പെടുന്ന ഭാഗ്യവാന്മാരായി നമ്മയെല്ലാം അല്ലാഹു തആല തിരഞ്ഞെടുക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ ഉപയോഗപ്പെടുത്തുന്ന അനുകൂലമായി റമദാൻ സാക്ഷി പറയുന്ന അവസാന സ്വർഗം റബ്ബിന്റെ ഔദാര്യമായി ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين.